ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ദേ ഇന്ന് നമ്മുടെ അമ്മക്കോട് ഒരു അടിപൊളി ഒരു കറിയുമായിട്ടാണ് വന്നേക്കുന്നത്. നല്ല സൂപ്പർ ഒരു മുളകിട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഒരു ഏട്ട മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏട്ട മീൻ്റെ 3/4 കിലോളം വരുന്നൊരു കഷ്ണമാണ് ഞാൻ അത് പീസാക്കിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇപ്പോൾ കാണിച്ചതുപോലെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3/4 കുടം വെളുത്തുള്ളിയും പിന്നെ 3 പച്ചമുളക്, കുറച്ച് കുടംപുളി. നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര പുളിയാണോ വേണ്ട അത്രയും ആ ഒരു പരുവത്തിന് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതിന് ഒരുപാട് എരിയൊന്നുമില്ല, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നമ്മുടെ ഈ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ എടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എരിവനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും ആ വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചിയൊക്കെ ഈ ഒരു പരുവത്തിന് ചതച്ചിട്ടുണ്ട്. ഇനി ആ വെളുത്തുള്ളിയെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുത്തി ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് കറക്കിയാലുണ്ടല്ലോ അത് പെട്ടെന്ന് ഒത്തിരി അരഞ്ഞു പോകും, അതുകൊണ്ട് അത് വേണ്ട, വേറൊരു ചൊവയായി പോകും കറിക്ക്. ഇങ്ങനെ മാത്രം കുത്തി ചതച്ച് നമുക്ക് എടുക്കാം. ഇനി ഒരല്പം, അതായത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ വേണം കേട്ടോ. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റാനാണ്. ആ എടുത്ത് വെച്ചിരുന്ന കുടംപുളി ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ, നല്ലതുപോലെ ആദ്യമേ കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയാണത്. ആ ഏട്ട മീൻ, ഇത് കൂരി ഏട്ട എന്നൊക്കെ തേട് അങ്ങനെയൊക്കെ പറയും. അത് ആ ഏട്ട മീനാണ്. ഞാനിതിനെ ഒരു 3/4 കിലോളം മാംസമുണ്ട്, ചെത്തിയൊക്കെ എടുത്ത് നല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. എല്ലാ സാധനവും ഞാൻ അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു തവി എണ്ണ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ എങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള എണ്ണ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു 1/2 ടീസ്പൂണോളമുള്ള ഉലുവയുണ്ടല്ലോ, അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത്, ചൂടായ എണ്ണയിലാണ് ഇട്ട് കൊടുത്തത്. ഉലുവ പൊട്ടുമൊന്നും വേണ്ട. അതിനൊപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് മൊരിയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് വഴറ്റുമ്പോഴേ തന്നെ നല്ലതുപോലെ നല്ല മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളിയും ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കും. ആ വെള്ളം അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കും. കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തീ നേരിയതായിട്ട് ഇട്ടിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ എന്താണെന്നറിയാമോ ഇതെല്ലാം അടുപ്പിച്ച് വെച്ചത്, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഓരോരോ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പം പൊടികൾ ഐറ്റംസൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഒന്ന് ആ അരപ്പെല്ലാം കൂടെ ചേർത്ത പൊടികളെല്ലാം ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അത് വീണ്ടും ചെറുതീയിലിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം. അതിനുശേഷം ഞാൻ ആ കുടംപുളി വെള്ളം, നമ്മൾ പുളി കഴുകിയതിന് ശേഷമാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടിരുന്നത്, അതുകൊണ്ടാണ് ആ പുളിവെള്ളം എടുത്തത്. പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കാം, അതുപോലെ തന്നെ പുളി എടുക്കാം, ഉപ്പിടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാൻ വീണ്ടും കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി വറ്റിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്തു പൊടിച്ച ഉലുവാപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. പച്ച ഉലുവാപ്പൊടി ആണെങ്കിൽ നമുക്ക് ആദ്യമേ പൊടികൾ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടില്ലേ, ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ആ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ വഴന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കറിച്ചട്ടി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തീ കത്തിച്ചിട്ടില്ല, തീ കത്തിക്കാതെയാണ് ഇതിനകത്തേക്ക് മീനൊക്കെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ കറിവേപ്പില ആ എണ്ണയുടെ മീതെ നമ്മൾ വിതറി കൊടുക്കും. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് ആ ചട്ടിയിലേക്ക് നമുക്ക് പരത്തി കൊടുക്കാം. നല്ലതുപോലെ അത് പരത്തി വെച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ മീൻ വിതറി കൊടുക്കാൻ പോകുന്നത്. ആ മീൻ മുഴുവനും ഇടത്തില്ല, കുറച്ച് മീൻ അതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ പാകി കൊടുക്കാം.
അതായത് വിതറി ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ആ മീനകത്തുനിന്ന് ഞാനിങ്ങനെ കുറേശ്ശെ വീതം ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീതെ കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കും. ഉള്ള അരപ്പൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും. ഈ കറിക്ക് നല്ല കറിവേപ്പിലയും പുളിയും ഉപ്പും ഒക്കെ നല്ല പാകമായിരിക്കണം. ഇനി ബാക്കിയുള്ള മീനും കൂടെ നമ്മളിങ്ങനെ പാകി കൊടുത്തതിന് ശേഷം പാത്രത്തിലുള്ള ബാക്കിയുള്ള അരപ്പും കൂടെ ചേർക്കും. അതിനു മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ബാക്കിയുള്ള അരപ്പെല്ലാം കൂടെ നമുക്ക് ആ മീനിൻ്റെ മീതത്തിൽ ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ തിളച്ച വെള്ളം ആ പാനിനകത്ത് ഒഴിച്ച് പാനെല്ലാം കഴുകി ആ വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചികരമായൊരു കറിയാണ് കേട്ടോ. പിന്നീട് പതുക്കെ ഒരുപാടിട്ട് ചുറ്റി കറക്കി ഇളക്കണ്ട. ഒന്ന് ആ മീനെല്ലാം കൂടെ ഒന്ന് ചെറിയൊരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് വെക്കുക. കറി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തവി തൊട്ട് കഴിഞ്ഞാൽ ഈ മീൻ പൊടിഞ്ഞു പോകും. ഏട്ടമീൻ പെട്ടെന്ന് പൊടിയുന്നൊരു മീനാണ്, അതായത് കൂരി. ചൂരയൊക്കെ ആണെങ്കിൽ പിന്നെ വലിയൊരു സീൻ വരത്തില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. പിന്നെ ഇതിനകത്തുനിന്ന് ഊറി വന്ന, അതായത് ആ മീനിനകത്തുനിന്ന് വന്ന വെള്ളവും കൂടെയൊക്കെ ആകുമ്പം കറക്റ്റ് പാകമാകും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ദിവസം പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന കറിയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കത്തില്ല, കാരണം കറി വളിച്ചു പോകും. അപ്പോൾ ഞാനിത് വേറൊരാൾക്ക് വെച്ച് കൊടുക്കുന്നതാണ്. അവരപ്പം തന്നെ കഴിച്ച് തീർക്കും. അതുകൊണ്ടാണ് പച്ചമുളക് ഇടുന്നത്. പച്ചമുളക് ഇട്ടോളാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദേ നോക്കിയേ, കറിയെല്ലാം നല്ല കുറുകുറാന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഏട്ടമീനായതുകൊണ്ട്, അതായത് കൂരി മീനൊക്കെ ഉണ്ടല്ലോ, അതിന് വേറൊരു ചൊവയുണ്ടായിരിക്കും, വേറൊരു പ്രത്യേക ചൊവയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൊവ ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല. ആ കായപ്പൊടിയുടെ ചുവ നിങ്ങൾക്ക് അറിയത്തില്ല, കറിക്ക് പ്രത്യേക രുചിയും കൂടി ആയിരിക്കും. കുറച്ചുകൂടി കറിവേപ്പിലയും കൂടെ വിതറിയിട്ടതിന് ശേഷം ഞാൻ മൂടി വെച്ച് ചെറുതീയിൽ ഒന്നുകൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതേ നോക്കിയേ, എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഇപ്പോൾ പാകമായിട്ടുണ്ട്. കറിച്ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് കുലുക്കി എടുത്താൽ മതി കറിച്ചട്ടി, അല്ലാതെ സ്പൂൺ ഇട്ട് ഇളക്കണ്ട കേട്ടോ, മീൻ ഇനി പൊടിഞ്ഞു പോവും. നോക്കിയേ, ഈ ഒരു പാകത്തിനുള്ള അയവ് മതിയേ. ഇനി ഇത് കറിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കുറുകണമെന്നുണ്ടെങ്കിൽ അത് തന്നെത്താനെ തണുത്തതിന് ശേഷം നല്ലതുപോലെ കുറുകിക്കോളും. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി ദേ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അത് ഞാനൊന്ന് മൂടി വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറന്ന് നോക്കാം. അടിപൊളി സൂപ്പർ മീൻ മുളകിട്ട കറി ദേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബിജാത്തുവിൻ്റെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നോക്ക്, എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പം ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അടിപൊളി കറിയാണ്. പ്രത്യേകിച്ച് ആരും ഒരു കുറ്റവും പറയില്ല. ഇനി മീൻ കറി വെക്കാൻ അറിയില്ല എന്ന് പറയണ്ട. ഇതിൽ നമ്മൾ സവാളയോ കുഞ്ഞുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല, തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പൊടിയൊക്കെ വാട്ടിയില്ലേ, ആ സമയത്ത് തക്കാളി അരച്ചത് അതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മീൻ വാരിയിടാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.